ആനമല കലീം കുങ്ക്യാനകളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തൻ. 2023 റിട്ടയറായ ഇവനെ ഇനിയും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഇതുപോലെ കിടിലൻ വിഷ്വൽസ് ആയിട്ട്. ആനമല കലീമിനെ പോലെ തന്നെ പ്രശസ്തനാണ് കലീമിന്റെ പാപ്പാനായിട്ടുള്ള മണിയണ്ണനും. 25 വർഷത്തിലധികമായിട്ടുള്ള ആത്മബന്ധമാണ് രണ്ടുപേരും തമ്മിലുള്ളത്. ഈ കാലയളവിനുള്ളിൽ 99 മിഷനുകളാണ് ഇവർ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരംകാരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടായിരുന്ന കൊലകൊല്ലി എന്നൊരു കാട്ടാനയെ പിടിക്കുന്നതോടെയാണ് കേരളത്തിൽ ആനമല കലീമിന്റെ പ്രശസ്തി വർദ്ധിക്കുന്നത്. മൂന്നാർ പ്രദേശങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടായിരുന്ന അരിക്കൊമ്പനെ പിടിക്കാനുള്ള ആദ്യ ശ്രമത്തിലും ആനമല കലീം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ശ്രമം പാതി വഴിയിൽ വെച്ച് ഗവൺമെന്റ് ഉപേക്ഷിക്കുകയായിരുന്നു. ഒരുപക്ഷെ അന്ന് ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ആനമല കലീമിന്റെ 100ാമത്തെ മിഷൻ അച്ചീവ്മെന്റ് ആയിരുന്നേനെ അത്. പിന്നീട് 2ാമത്തെ വട്ടം അരിക്കൊമ്പനെ പിടിക്കാനായിട്ട് പ്ലാൻ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ആനമല കലീം റിട്ടയർ ആയിട്ട് 2025 ജനുവരിയിൽ ഈ റിട്ടയറായ ആനമല കലീമിനെ നമുക്ക് കൊഴുക്കാമ്പത്തി എലിഫന്റ് ക്യാമ്പിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു VIP കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആനമല കലീമിനെ ഇങ്ങോട്ടേക്ക് ഇറക്കി കൊണ്ടുവന്നത്. അതും നമ്മൾ വരുമ്പം കിട്ടിയ ആ ഒരു രംഗപ്രവേശം ഗംഭീരമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. 2025 ജനുവരിയിൽ നമ്മൾ പോകുമ്പം ടോപ്പ് സ്ലിപ്പിലുള്ള കൊഴുക്കാമ്പത്തി എലിഫന്റ് ക്യാമ്പ് താൽക്കാലികമായിട്ട് മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് അടച്ചിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ മെയിൻ്റനൻസ് കഴിഞ്ഞ് വീണ്ടും എലിഫന്റ് ക്യാമ്പ് തുറക്കുമ്പോൾ ഒരു പക്ഷേ സഞ്ചാരികൾക്ക് വീണ്ടും ആനമല കലീമിനെ കാണാനുള്ള അവസരം ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ പറമ്പിക്കുളത്തേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ടോപ്പ് ഫ്ലിപ്പിലെത്തി ഒന്ന് അന്വേഷിക്കുക ഇവിടുത്തെ എലിഫന്റ് ക്യാമ്പ് ഓപ്പൺ ആണോ എന്നുള്ളത്. എങ്കിൽ തീർച്ചയായിട്ടും ഒരു സഫാരി എടുക്കുക, വന്ന് ആനമല കലീമിനെ ഒന്ന് കണ്ടിട്ട് പോവുക. ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കുങ്കിയാനയൊക്കെ അല്ലേ. മണിയണ്ണൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു നീളമുള്ള വടി കണ്ടോ, അതാണ് ഇവിടുത്തെ കുങ്കിയാനകൾക്ക് ചട്ടം പഠിപ്പിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ആനത്തോട്ടിയല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആനത്തോട്ടി കൊളുത്തി വലിക്കുന്ന ഒരു വേദന ഇവിടുത്തെ കുങ്കിയാനകൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇവിടുത്തെ എല്ലാ പാപ്പാമാരുടെയും കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നീളമുള്ളൊരു വടിയാണ് കാണുക. ഇത് കാട്ടിൽ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഒരു വടിയാണ്. ഇത് വില്ല് പോലെ വളയും കേട്ടോ, നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു വടിയാണ്. 60ാമത്തെ വയസ്സിലാണ് ആനമല കലീം റിട്ടയർ ആയത്. നമ്മളിപ്പോൾ കാണുമ്പോൾ 61 വയസ്സിന് മേളിൽ പ്രായമുള്ളൊരു ആനയാണ്. എങ്കിലും തലയെടുപ്പിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. 1973 സത്യമംഗലം കാട്ടിൽ നിന്നും ആനമല കലീമിനെ പിടികൂടുന്നത്. പിന്നെ 1976 ചട്ടമൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ കൊഴുക്കാമ്പത്തി എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തുന്നത്. അന്ന് തൊട്ട് കൂടെയുള്ളതാണ് ഈ പാപ്പാൻ മണിയണ്ണനും. രണ്ടുപേർക്കും തമ്മിൽ അത്രയും ആത്മബന്ധമാണ്. ഏത് മതം പൊട്ടി നിൽക്കുന്ന സമയത്തും മണിയണ്ണന് അടുത്ത് ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഈ കരി പോലെ കറുത്ത ഈ ഒരു കൊമ്പനെ കണ്ടോ, ഇവൻ്റെ പേരാണ് അരശിരാജ. ഇവിടുത്തെ ഏറ്റവും ടെററായിട്ടുള്ള ഒരു കൊമ്പനാണ്. കോയമ്പത്തൂർ പ്രദേശങ്ങളിലെ കാർഷിക ഗ്രാമങ്ങളിൽ ഇറങ്ങിയിട്ട് സ്ഥിരമായി കൃഷി നശിപ്പിക്കുകയും ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. 8 പേരെ ഇവൻ തട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരിക്കൊമ്പനേക്കാളും ടെററാണ് ഇവനെയൊക്കെ പോയി പിടിച്ചത് നമ്മുടെ ആനമല കലീമിൻ്റെ നേതൃത്വത്തിലുള്ള കുങ്കിയാനകളാണ്. ഇപ്പോൾ 2 പേരും ഒന്നിച്ചത് ഈ ക്യാമ്പിൽ, എരയും വേട്ടക്കാരനും ഒന്നിച്ച് നമ്മുടെ ടോപ്പ് ഫ്ലിപ്പിലെ ക്യാമ്പിലുണ്ട്. ഇത്രയും ടെററായിട്ടുള്ള അരസിരാജയ്ക്കടക്കം ആനമല കലീമിനെ പേടിയാണെന്നുള്ളതാണ് സത്യം. കുങ്കിയാനകളിലെ തന്നെ ഒരു ഒറ്റയാനാണ് ആനമല കലീം. IG എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കുങ്കിയാനനെ അടക്കം നിരവധി കുങ്കിയാനകളെ കുത്തി മലത്തിയിട്ടുണ്ട് ആനമല കലീം. എന്തൊക്കെയാണെങ്കിലും എത്ര ശക്തിയുള്ള മൃഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കുളിയും ഇതിൻ്റെ പരിചരണവും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാലിലേക്ക് ഇടുന്ന ചങ്ങലയാണ് അവരുടെ അടിമത്തത്തിൻ്റെ ലക്ഷണം. മനുഷ്യൻ്റെ അടിമയാണ് ഈ മൃഗങ്ങൾ എന്നുള്ളത് അവരുടെ മനസ്സിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ചങ്ങല. കൊഴുക്കാമ്പത്തി എലിഫന്റ് ക്യാമ്പിൽ വലിയ റിനോവേഷൻ വർക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആനപ്പാപ്പന്മാർക്ക് എല്ലാവർക്കും അവിടെ കോൺക്രീറ്റ് വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാടിൻ്റെ ഉള്ളിലായിട്ട്. ഒട്ടനവധി ആദിവാസി കുടുംബങ്ങൾ ഈ കാടിനുള്ളിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള പ്രോഗ്രാം ആനമല ടൈഗർ റിസർവിൻ്റെ ടോപ്പ് ഫ്ലിപ്പിൽ നിന്നുള്ള സഫാരി ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മളെടുത്തുള്ള ഈ ജിപ്സി സഫാരിക്ക് 3500 രൂപയാണ് 1.5 മണിക്കൂറിന് വരുന്നത്. എലിഫന്റ് ക്യാമ്പിലെ ആനകളെ കാണുന്നത് കൂടാതെ ഒട്ടനവധി മൃഗങ്ങളെ കാണാനുള്ള അവസരം കൂടിയാണ് നമ്മൾ ഈ കാട്ടിക്കൂടെ സഞ്ചരിക്കുമ്പോൾ ഉള്ളത്. നമ്മളാകട്ടെ വൈകിട്ടത്തെ സഫാരി എടുത്തുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിനെയൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും വളരെ തൊട്ടടുത്ത്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു വലിയ മസിലളീനെ കണ്ടോ, അവനാണ് ഡോമിനൻ്റ് മെയിൽ. ഈ കൂട്ടത്തിൽ മേറ്റിങ്ങിനൊക്കെ ആയിട്ടായിരിക്കും ചേർന്നിട്ടുണ്ടാവുക. ഈ കൂട്ടത്തിൻ്റെ കൂടെ സ്ഥിരമായിട്ട് നടക്കുന്ന ആളല്ല കേട്ടോ. വഴി തന്നെ നോക്കിയാൽ 2 വൈൽഡ് ഡോഗ്സ് നിൽക്കുന്നത്. ഞങ്ങളുടെ വണ്ടി കണ്ട് ഓടി അന്നേരം കാട്ടിലോട്ട് കയറിയേ. അപ്പോൾ നിങ്ങളും ടോപ്പ് ഫ്ലിപ്പിലൊക്കെ വന്ന ഒരു സ്റ്റേ ഓപ്ഷനൊക്കെ എടുക്കുമ്പോൾ വൈകിട്ടത്തെ ഒരു ജിപ്സി സഫാരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 4 മണിക്കത്തെ സഫാരി എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ അനിമൽസിനെ കാണാൻ പറ്റും. ഞങ്ങൾക്കാണെങ്കിൽ ഒരു ലെപ്പേഡിനെയും കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറയിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മൃഗങ്ങളെല്ലാം കണ്ട് ക്യാമ്പിൽ എലിഫന്റ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് വരുന്ന വഴിക്ക് റോഡിനോട് തൊട്ട് ചേർന്നിട്ട് ലെപ്പേഡ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ ശ്രദ്ധിച്ചില്ല. വണ്ടി പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് കണ്ടത്. വളരെ ചേർന്നിട്ടായിരുന്നു റോഡിനോട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് റിവേഴ്സ് ഡ്രൈവറും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എവിടെയാണ് ലെപ്പേഡ് കിടക്കുന്നതെന്നുള്ളത്. ലെപ്പേഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവർ റിവേഴ്സ് വെച്ചപ്പോഴത്തേക്കും ലെപ്പേഡ് ഓടി കാട്ടി കയറി പെട്ടെന്ന്.
ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആൾ കാട്ടിനുള്ളിൽ മറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ എടുത്തിട്ടുള്ള ഈ കൊഴിക്കാമത്തി എലഫന്റ് ക്യാമ്പിനോടൊക്കെ ചേർന്നിട്ടുള്ള കാടിനുള്ളിലായിട്ടുള്ള അമ്പുള്ളി ഇല്ലത്തിലാണ്. 4 റൂമുകളാണ് ഇവിടെ ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. ജനലൊക്കെ തുറന്നിട്ടാൽ നല്ല കാറ്റാണ് അങ്ങോട്ട് അടിച്ച് കയറുന്നത്. നമ്മളെ സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പുള്ളിയിലത്തിൻ്റെ മുകളിൽ ടെറസിൽ കയറി കഴിഞ്ഞാലുള്ള വ്യൂ ആണ്. ഇതേപോലെ കാട്ടുപോത്തുകളും മ്ലാവും സ്പോട്ടഡ് ഡിയേഴ്സും ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ കാണും. ആനേനെയും പുലിനെയും കരടീനെയൊക്കെ കാണാനുള്ള യോഗം ഉണ്ടാവും. നമുക്ക് എന്താണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത സൈറ്റിങ്സ് ഈ അമ്പുള്ളിയിലത്തിൽ സന്ധ്യയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേ ഒരു ഇന്ത്യൻ ഗോർ നമ്മുടെ കാട്ടുപോത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ ഈ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് ഇന്ന് തീറ്റ തന്നെയാണേ. ആളുടെ ഒരു സുരക്ഷിതത്വം കൂടെ കണക്കൂട്ടിയിട്ടായിരിക്കാം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത്. ഒരു പോത്ത് വന്നിരിക്കുന്നത് നോക്കി എവിടെയാണ് ഇന്ത്യൻ ഗോർ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ചേർന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ആള്. നിൽക്കുന്നു ആള് തൊട്ടടുത്താണ് വന്നിരിക്കുന്നത്. നോക്കി എവിടെയാ കാട്ടുപോത്തുകൾ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ നമ്മൾ കാട്ടുപോത്തുകളെ കണ്ടു വന്നപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു സാധനം ആ കുറ്റിക്കാടിൻ്റെ ഇടയോടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സിവറ്റാണ്. ഇതേ ഏരിയ വെച്ച് തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ ട്രിപ്പിലും കണ്ടിരുന്നു കേട്ടോ ആശാനെ. അപ്പോൾ നമ്മുടെ അമ്പുള്ളിയിലത്തിലെ ഡിന്നർ ഇതാ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ്. നമ്മൾ ചിക്കൻ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കി തരും. ഇവർ ഇവിടെ ഉണ്ടാക്കുന്നവർ മാല ഇട്ടേക്കുന്നുണ്ട്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കുന്നുണ്ട്. നമ്മളത് മേടിക്കാൻ കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 10:30 ആകുമ്പോഴും ഇവിടെ മൃഗങ്ങളൊക്കെ തീറ്റ നിന്ന് നടക്കുന്നു. നമ്മളെന്തായാലും പോയി കിടന്ന് ഉറങ്ങുവാണേ. അമ്പുള്ളിയിലെത്തുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതാ ഇവിടെ നല്ല അടിപൊളി കാറ്റാണ് രാവിലെ തന്നെ. പിന്നെ കോടയും തണുപ്പും കിട്ടു വൈബ്. നമ്മളിതാ ഈ റൂഫിലേക്ക് കയറിയിട്ടാവുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലേ കുറേ അധികം മയിലുകൾ ഇതാ നമ്മുടെ കോമ്പൗണ്ടിലുണ്ട്. പിന്നെ സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ട്. കുറേ പക്ഷികളും കുറേ അധികം ഇവിടെ ഈ മരങ്ങളിലൂടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു കോമ്പൗണ്ടിൽ നിറച്ച് കോടയായിരുന്നു രാവിലെ. അത് ഏപ്രിൽ മാസത്തിലായിരുന്നിട്ടും അതുപോലെ കോടയായിരുന്നു. ഇതേ നമുക്കിപ്പോൾ ഈ ജനുവരിയിൽ നല്ല അടിപൊളി ജനുവരിക്കാറ്റൊക്കെ ആയിട്ട് കിട്ടു വൈബാണേ. അപ്പോൾ നിങ്ങൾ അമ്പുള്ളിയിലത്തിൽ സ്റ്റേ എടുക്കുമ്പോൾ 100% ഗ്യാരണ്ടി ആയിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് മയിലും മാനും കാട്ടുപോത്തുകളും. പിന്നെ ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ ആനയും കരടിയും പുലിയും ഇന്ത്യൻ സിവറ്റിനെയൊക്കെ കാണാൻ കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യവും സമയം പോലെ ഇരിക്കും. പിന്നെ അമ്പുള്ളിയിലത്തിൽ സ്റ്റേ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ 2 പേർക്ക് 3500 രൂപയാണ് ചാർജ് വരുന്നത്. മൂന്നാമത്തെ ആളുണ്ടെങ്കിൽ 1000 രൂപ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ 3 പേർക്ക് താമസിക്കാം. പൂർണ്ണമായിട്ടും കാടിനുള്ളിലുള്ള സ്റ്റേ ആണ്. എങ്കിലും നമുക്ക് ഇവിടുന്ന് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, വൈദ്യുതി ഉണ്ട്. പിന്നെ റൂമുകളൊക്കെ ആവശ്യത്തിന് വലിപ്പം ഉണ്ടെങ്കിലും ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ് നോൺ വെജ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ കെയർ ടേക്കറിൻ്റെ നമ്പർ കിട്ടും. അവരെ വിളിച്ച് പറഞ്ഞ് സാധനം അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഫുഡിന് വരുന്ന പൈസ നിങ്ങളിവിടെ എക്സ്ട്രാ പേ ചെയ്യണം. അതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ഡി.എന്നർ ആയിക്കോട്ടെ അത് ഇവിടുത്തെ കെയർ ടേക്കർക്ക് വേണം പേ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള അമ്പുള്ളിയിലും സ്റ്റേ ആയിക്കോട്ടെ സഫാരി ആയിക്കോട്ടെ അത് ബുക്ക് ചെയ്യാനായിട്ട് ATR-Pollachi.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് വേണം. ഇപ്പോൾ സഫാരിയൊക്കെ ആണെങ്കിൽ നമുക്കിതാ ഇവിടെ ടോപ്പ് ഫ്ലിപ്പിൽ ഈ ഓഫീസിൽ വന്നാലാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്, വണ്ടി അവൈലബിൾ ആണെങ്കിൽ. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ചിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ചായ കുടിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു സാധനം കാണില്ല വണ്ടിയിൽ കേട്ടോ. പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഫുൾ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ടോപ്പ് ഫ്ലിപ്പ് എന്നുള്ള സ്ഥലം കാടിന് നടുക്കിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാനായിട്ട് രാവിലെ 7 മണിക്കത്തെ ഇപ്പോൾ കണ്ട ഈ ഒരു TNRTCയുടെ ബസ് പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രൈവറ്റ് വാഹനങ്ങൾ കയറ്റിവിടുള്ളൂ. സേതുമട ചെക്ക് പോസ്റ്റാണ് ചെക്ക് പോസ്റ്റിൻ്റെ പേര്. പൊള്ളാച്ചിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ 7 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ വാഹനങ്ങൾ വന്ന് ഇവിടെ പാർക്ക് ചെയ്യുവാണെങ്കിൽ ബസ് പോയ പാടെ തന്നെ നിങ്ങൾക്ക് പുറകെ കയറിയാൽ ഇതേപോലത്തെ അടിപൊളിയായിട്ടുള്ള അനിമൽ സൈറ്റിങ്സ് കിട്ടും. രാവിലെ തന്നെ കയറുന്നവർക്ക് മിക്കവാറും ഗ്യാരണ്ടീഡ് ആണ് ഇതുപോലെ കാട്ടുപോത്തുകളുടെ സൈറ്റിങ്സ്. പിന്നെ ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ ആനയും പുലിയൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ മുന്നിക്കോട് ഇപ്പോൾ ഈ റോഡിലേക്ക് ഇറങ്ങിയേക്കുന്ന ഇന്ത്യൻ ഗോറിനെ കൂടാതെ ഇതാ വലിയൊരു കൂട്ടം തന്നെ കാടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളെ കണ്ടിട്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ്. കുറേയധികം കാട്ടുപോത്തുകളുണ്ട്. അപ്പോൾ ആനമല കടുവാ സങ്കേതത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയുടെ ഹൈലൈറ്റ് ആനമല കലീമിനെ കണ്ടു എന്ന് തന്നെയാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് അരശിരാജനെയും കാണാൻ പറ്റി. കാട്ടിലൂടെ നല്ലൊരു സഫാരി ചെയ്തു. അമ്പുളിയിലത്തിലെ സ്റ്റേയും അവിടുത്തെ ആ തണുപ്പും ആ വൈബൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തോളാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.